ഇന്ത്യൻ വോയ്സ് പ്രധാന വാർത്തകളിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. मित्रों, ये आज हमारे सौरभ दास और रंका जी के साथ तीसरी मुलाकात है और आज भी लंबी बातचीत हुई। ये आज एक रिटन मसौदा लेकर के आए थे जिसमें उन्होंने एजिटेशन में चल रहे केसेस के बारे में 4 पॉइंट्स दिए थे और उसके साथ साथ जो बाकी 2 डिमांड्स थी, रिटेलिएटरी मेजर्स न लिए जाए, कंपनसेशन दिए. ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന വൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും വ്യാപക ക്രമക്കേടുകളിലും രാജ്യമൊട്ടാകെ ഉയർന്നു വന്ന വലിയ ജനരോഷത്തിനും ഡൽഹി ജന്തർ മന്ദറിൽ ആഴ്ചകളെ തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് നരേന്ദ്രമോദി സർക്കാരിലെ പ്രമുഖ മന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നിരിക്കുന്നത്. വിദ്യാർത്ഥി ശക്തിക്ക് മുന്നിൽ ഒടുവിൽ കേന്ദ്ര ഭരണകൂടം അടിയറ പറഞ്ഞു. വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച രാജി സന്ദേശത്തിലാണ് താൻ പദവി ഒഴിയുന്നതായി പ്രധാൻ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളുടെ ഭാവി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കാനും രാജ്യത്തെ യുവജനത ആശയക്കുഴപ്പത്തിലിരിക്കാതിരിക്കാനുമാണ് തന്റെ രാജിയെന്നാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ വിശദീകരണം. താൻ സ്ഥാനമൊഴിയുന്നത് വ്യക്തിപരമായ അഭിമാന പ്രശ്നം കൊണ്ടല്ലെന്നും സമരങ്ങളെ രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നത് തടയാനാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് ഡൽഹിയും രാജ്യവും സാക്ഷ്യം വഹിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയും സോനം വാങ്ചുക്കും ഉൾപ്പെടെയുള്ളവർ നയിച്ച ശക്തമായ പോരാട്ടത്തിനൊടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റു വഴികളില്ലെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിരുന്നു. കേന്ദ്രമന്ത്രിയുടെ രാജി ജനാധിപത്യത്തിന്റെയും വിദ്യാർത്ഥി ശക്തിയുടെയും വൻ വിജയമാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും പ്രക്ഷോഭകരും പ്രതികരിച്ചു. ഇതോടെ പരീക്ഷാ ക്രമക്കേടിൽ രാജ്യത്തുടനീളം കേന്ദ്ര സർക്കാരിനെതിരെ നിലനിന്ന പ്രക്ഷോഭങ്ങൾ പുതിയൊരു ദിശയിലേക്ക് കടന്നു. കേന്ദ്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലൊന്നായി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാറുമ്പോൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചലനങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ സമരം അവസാനിപ്പിച്ചു. ആവശ്യങ്ങളെല്ലാം നേടി ഇനി പ്രവർത്തകർക്ക് അഭിമാനത്തോടെ പിരിഞ്ഞു പോകാം എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തലസ്ഥാന നഗരിയിൽ വിജയാഘോഷങ്ങൾ അലതല്ലുകയാണ്. രാജ്യം കണ്ട ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഒന്നിനാണ് ഇപ്പോൾ വൻ വിജയം കുറിച്ചിരിക്കുന്നത്. ദളിത് ആദിവാസി ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയോ വകമാറ്റുകയോ ചെയ്യാതെ അർഹരിലേക്ക് പൂർണ്ണമായി എത്തിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊട്ടാരക്കരയിൽ അണ്ണാ DHRMA പാർട്ടിയുടെ 6ാം സ്ഥാപക ദിനാഘോഷവും നേതൃസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ഇടതുപക്ഷ സർക്കാർ പട്ടിക വിഭാഗങ്ങളുടെ 500 കോടിയിലധികം രൂപ വകമാറ്റി ചെലവഴിച്ചത് കടുത്ത നീതികേടാണെന്ന് ബിന്ദു കൃഷ്ണ കുറ്റപ്പെടുത്തി. ഈ തുക മുഴുവൻ അർഹരായവരിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ. ദാക്ഷായണി, പലിശരഹിത വായ്പ പോലുള്ള ജനക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കശുവണ്ടി മേഖലയിലടക്കം തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശികകൾ ഘട്ടഘട്ടമായി നൽകി തീർക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. തുടർന്ന് പ്രവർത്തകർക്കൊപ്പം സൗഹൃദം പങ്കിട്ടും ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അണ്ണാ DHRM സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം ദളിത് കോളനികളിലേക്ക് സംഘപരിവാർ ശക്തികൾ നടത്തുന്ന കടന്നുകയറ്റത്തെ ശക്തമായി എതിർക്കുമെന്ന് ആഹ്വാനം ചെയ്തു. ഇടതുപക്ഷ രാഷ്ട്രീയ അധിനിവേശത്തിൽ നിന്ന് മോചിതരായാൽ മാത്രമേ ദളിത് സമൂഹത്തിന് യഥാർത്ഥ വിമോചനം സാധ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ MM നസീർ MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു.
രാജമാക്കയ്ക്ക് ശേഷം സുരേന്ദ്രൻ കെ, രഘു കെ, രമണി സി, ഓമന തങ്കപ്പൻ, ബാബു കെ, സുകുമാരൻ ആർ, വിശിഷ്ടാതിഥിയായി ഇപ്പൊ ചടങ്ങിൽ പങ്കെടുക്കുന്ന എന്റെ ബഹുമാന്യ സ്നേഹിതൻ കൂടിയായ ചടയമംഗലം MLA ശ്രീ MM നസീർ, പ്രിയപ്പെട്ട ആശംസകൾ അർപ്പിക്കുന്ന രേഷ്മ കരിവേടകം, രതീഷ് ശാസ്താംകോട്ട, സാമുവൽ ജോർജ്, അശ്വതി വിനോദ്, അശ്വതി ബാബു, സിന്ധു പത്തനാപുരം, ഉദയൻ പൂതക്കുളം, ശിവകാമി പത്തനംതിട്ട, ശ്രീ ബൈജു പത്തനാപുരം, ശ്രീ ഷൺമുഖൻ പരവൂർ, ശ്രീ പ്രവീൺ കലക്കോട്, ശ്രീമതി ലിസി കുമ്മിൽ, നന്ദി അർപ്പിക്കുന്ന ശ്രീ സിബു കാരക്കോട് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ ആദരണീയരും പ്രിയപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച അണ്ണാ DHR പാർട്ടി, നമുക്കറിയാം, അണ്ണ തത്വണെന്ന് നിങ്ങൾ വിളിക്കുന്ന ശ്രീ അനിൽകുമാർ, അദ്ദേഹം മുന്നോട്ട് വെച്ച പാതയിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികളായാലും പരിപാടികളായാലും എല്ലായിടത്തും ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടി എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു വികസനം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടപ്പാകേണ്ടത്. പലപ്പോഴും പക്ഷെ അതല്ലാതെ വരുമ്പോഴാണ് അവകാശങ്ങൾ ചോദിക്കാനായി സംഘടിച്ചു നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഒരു സംഘടന കൊണ്ടോ രണ്ട് സംഘടന കൊണ്ടോ ഇത്തരം ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ഞാനും ശ്രീ MM നസീറും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിലാണ്. കോൺഗ്രസ് പാർട്ടി എല്ലാ കാലവും ഈ സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് ആ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജി, ബേസിക് ഐഡിയോളജിയിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ ആ തരത്തിൽ ഞങ്ങളെല്ലാം വളർന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി നിറവേറ്റാൻ കഴിയുകയില്ല. അവിടെയാണ് മറ്റ് പ്രസ്ഥാനങ്ങളുടെ കൂടി പ്രസക്തി. മറ്റ് പാർട്ടികളിലും എല്ലായിടത്തും ദിശാബോധത്തോടുകൂടി സമൂഹത്തില് അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അത് തന്നെയാണ്. ഈ രാജ്യത്ത് നിയമമില്ലാതിരുന്നത് കൊണ്ടല്ല, പക്ഷേ പലപ്പോഴും ചേർത്ത് പിടിക്കേണ്ടവരെ മാറ്റി നിർത്തുന്നതാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കാണുന്നത്. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് എപ്പോഴും ചോദിക്കും, ഇപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, ഇപ്പോ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ കാര്യത്തിലോ സ്ത്രീകളുടെ കാര്യത്തിലോ ഭിന്നശേഷിക്കാർ ആരെങ്കിലും ആകട്ടെ, സമൂഹത്തിൽ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തലുകൾ ആവശ്യമുള്ളവരുടെ കാര്യത്തെ കുറിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ചോദിച്ചാൽ അവർ കോടികളുടെ കണക്ക് പറയും. കേരളത്തിലെ ദളിത് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തെ കുറിച്ച് സംശയം ചോദിച്ചാൽ ഇത്ര കോടി ഇന്ന പദ്ധതിക്ക്, ഇത്ര കോടി ഇന്ന പദ്ധതിക്ക്, എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ സാധാരണക്കാരായി നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. പക്ഷെ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് ഒരുപാട് പേർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ എത്താത്തതാണ്. എല്ലാവരിലേക്കും ഇപ്പോ വളരെ ആത്മാഭിമാനത്തോടെ ഞാനെന്ന സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും പറയും, ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു ആദിവാസി സമൂഹത്തിലൂടെ നമ്മളൊക്കെ കടന്നുപോയ സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സിറ്റിസനായി രാഷ്ട്രപതിയായിരിക്കുന്ന ദ്രൗപദി മുർമുജിയാണ്. പക്ഷെ ഒരു ദ്രൗപദി മുർമുജി ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വനിത അവിടെ ഇരുന്നത് കൊണ്ട് മാത്രം രാജ്യത്തെ സാധാരണക്കാരുടെ
രാജ്യത്തെ സ്ത്രീകളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ജനസംഖ്യ ആനുപാതികമായി എല്ലാവർക്കും ആനുകൂല്യങ്ങൾ തുല്യമായി ആനുപാതികമായി കിട്ടുക എന്നുള്ളത് രാജ്യത്തിന്റെ അടിസ്ഥാന തത്വമാണ്. അത് നിറവേറ്റാനുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരും അവരോടൊക്കെ മനസ്സുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ ഉറപ്പു തരാം. കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ ഒരിക്കലും ദളിത് ആദിവാസി ഫണ്ട് മാറ്റി വകമാറ്റി ചെലവഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പരമാവധി ഫണ്ട് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തും. UDF ഗവൺമെന്റ് ചേർത്ത് നിർത്തും. അതിനുള്ള നൂതനങ്ങളായ പദ്ധതികൾ ഇപ്പോൾ തന്നെ ഈ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ ആണ്. സ്വജീവിത അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നതിൽ മനുഷ്യരായി കാണണമെന്ന ഏറ്റവും മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീമതി ദാക്ഷായണി വേലായുധൻ, ശ്രീമതി ദാക്ഷായണിയുടെ പേര് അനശ്വരമാക്കുന്നതിന് വേണ്ടി ദാക്ഷായണി വായ്പാ പദ്ധതി അടക്കം സംസ്ഥാനത്തെ SC/ST വകുപ്പ് നടപ്പിലാക്കി കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. നിരവധി പദ്ധതികളും പരിപാടികളുമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, സഹോദരങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി കൊടുത്തുകൊണ്ട്, മുതിർന്നവർക്ക് മറ്റാനുകൂല്യങ്ങൾ ഉറപ്പാക്കി കൊടുത്തുകൊണ്ട്, ദളിത് ആദിവാസി സമൂഹ SC/ST ജനവിഭാഗത്തിന്റെ ഒരു ആനുകൂല്യവും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കഴിഞ്ഞ പ്രാവശ്യം എത്ര 500 കോടി വകമാറ്റി, 500 കോടി വകമാറ്റി ചെലവഴിച്ചതായി. ഈ നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ടത് ഒരിക്കലും ഞങ്ങളുടെ ഗവൺമെന്റ് അത് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ സാമ്പത്തിക ക്ലേശങ്ങൾ സർക്കാരിന് വളരെ വലുതാണ്. ഞാൻ തൊഴിൽ വകുപ്പിന്റെയും അതുപോലെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും അതുപോലെ ക്ഷീരവികസന വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. എനിക്ക് എല്ലാ കാര്യവും എന്റെ ഒരു സാധാരണ കശുവണ്ടി തൊഴിലാളിയായ മകളായി ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ തൊഴിലാളി പക്ഷത്തു നിന്ന് ഇടപെടണമെന്ന ആഗ്രഹത്തോടുകൂടി എത്രയും പെട്ടെന്ന് ഒറ്റ സുപ്രഭാതത്തിൽ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ചെന്നപ്പോ പലയിടത്ത് കുടിശ്ശികൾ അങ്ങനെ കിടക്കുക. ആ കുടിശ്ശികൾ തീർക്കുന്നത് എങ്ങനെയെന്ന് അറിയാതെ വിഷമിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ സർക്കാർ അതൊക്കെ പരിഹരിക്കും. ദൃഢനിശ്ചയത്തോടുകൂടി ശ്രീ DD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ എല്ലാവരും ഈ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഈ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനാണ് ഞങ്ങളുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. നമ്മുടെ സർക്കാർ, കേരളത്തിലെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാവിധ ആശംസകൾ, 6ാം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കാലത്തെ LDF ഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ട് ചടയമംഗലം മണ്ഡലത്തില് ഒരു പുത്തൻ ഉണർവിന് തുടക്കം കുറിക്കുന്ന ചടയമംഗലത്തിന്റെ ആരാധനായ MLA ബഹുമാന്യായ MR മൻസൂർ സാർ, പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടുള്ള കാസർഗോഡ് മേഖലയിൽ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന DSS കേരളയുടെ ആരാധ്യയായ ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പാർട്ടിയുടെ പോഷക സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന DHRM കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ ഈ നേതൃസമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, നമ്മുടെ പാർട്ടിയുടെ 6ാമത് സ്ഥാപക ദിന ആഘോഷം നമ്മൾ നടത്തപ്പെടുമ്പോൾ, നേതൃസമ്മേളനം നടത്തപ്പെടുമ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ രാഷ്ട്രീയമായി പ്രബുദ്ധതയിലേക്ക് എത്തിക്കാൻ വേണ്ടി 57 മുതൽ നമ്മൾക്കറിയാം ഒരു പ്രസ്ഥാനം നമ്മുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ചതിച്ച കഥകളിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അതിലേക്ക് നിശ്ചിതമായി പോകുന്നത് പട്ടികജാതി പട്ടികവർഗ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളെ എക്കാലവും പാർട്ടിയുടെ അണികളായി തന്നെ ഞങ്ങളുടെ കാഴ്ചവെട്ടിൽ ഉണ്ടായിരിക്കുമെന്ന ഒരു ഉറച്ച
തീരുമാനമെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് ദയനീയമായ ഒരു പരാജയം. ആ പരാജയം കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിച്ചു ചേർക്കുന്നത് അധികാരം കൈയാളുന്ന ഏത് സമൂഹമാണെങ്കിലും ആ അധികാരത്തിലിരിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, വർഗഭേദമന്യേ എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളാണ് എന്ന ബോധ്യം മറന്നുപോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടം ഭരിച്ച LDF സർക്കാർ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ നമ്മൾ വേദികളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും മുക്കിലും മൂലകളിലും വേദികളിലും പറഞ്ഞു പോയോ, അതിലേക്കൊന്നും വരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് കേരളത്തിന് ഒരു പുതു ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇന്ന് UDF നേതൃത്വം കൊടുക്കുന്ന സർക്കാർ മുന്നോട്ട് പോകും. 2 മാസം പിന്നിടുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും അസൂയപരമായി തോന്നുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ജനമധ്യത്തിലേക്ക് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് നയിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും ജനകീയമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്ന മറ്റൊന്നുമല്ല സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. തീർച്ചയായും ആ പദ്ധതി കേരളം ഇരു കൈയോടെ സ്വീകരിച്ചിരിക്കുകയാണ്. കേരള സമൂഹം ഒന്നടങ്കം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതൃത്വങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പൈസ കൊടുത്ത് മാത്രമേ വാഹനത്തിൽ കയറൂ അല്ലെങ്കിൽ ബസ്സിൽ കയറൂ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് അറിയാവുന്ന പാർട്ടിയുടെ പല ലോക്കൽ മേഖലയിലും ബ്രാഞ്ച് മേഖലയിലുള്ള പാർട്ടി നേതാക്കന്മാരുടെ സെക്രട്ടറിമാരുടെ ഭാര്യമാര് പോലും പ്രിയദർശനിയിൽ ഫ്രീ ആയി പോകാൻ വേണ്ടി തള്ളുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പദ്ധതിയായി, എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സർക്കാരായി ഇന്ന് ബഹുമാന്യായ വി സതീശൻ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായും പട്ടിക വിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം അനിവാര്യമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആരാധ്യനായ ഞങ്ങളുടെ എല്ലാ വഴികാട്ടിയായിട്ടുള്ള തത്വങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒട്ടനവധി വർഷങ്ങൾ ഈ അടിസ്ഥാന വിഭാഗങ്ങളിലൂടെ അകറ്റി തിരിഞ്ഞ് ആ ജനവിഭാഗങ്ങളെ രാഷ്ട്രീയ പ്രബുദ്ധതകളെയായി മാറ്റാൻ വേണ്ടി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന 2015 ജൂലൈ 18-ാം തീയതിയാണ് അപ്രതീക്ഷിതമായി നമ്മൾ വിട്ടുപോകുന്നത്. ആ ഒരു വിയോഗം തീർച്ചയായും നമ്മളുണ്ടായ ഒരു അനാഥത്വം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ ആ മനുഷ്യൻ പകർന്നു തന്ന ആർജവും ആ മനുഷ്യൻ പകർന്നു തന്ന അറിവും മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരുമാനമാണ് 2020 എത്തുമ്പോൾ ജൂലൈ മാസം 24-ാം തീയതി എന്ന് പറയുന്ന ദിവസം എത്തുമ്പോൾ ആ അണ്ണന്റെ പേരോട് ചേർത്തുകൊണ്ട് അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി എന്ന രീതിയിൽ, ചുരുക്കപ്പേരെന്ന രീതിയിൽ അണ്ണാ DHR പാർട്ടിയെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ഈ ചുരുങ്ങിയ 6 വർഷക്കാലത്തെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിടയിൽ ശക്തമായ വേരോട്ടം നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിലൊക്കെ UDFിന് വേണ്ടി പ്രവർത്തിച്ച സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ പിന്തുണ അർപ്പിക്കുകയും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം എങ്ങോട്ടൊക്കെ മാറിയാലും UDF വന്നാലും LDF വന്നാലും ഒരിക്കലും അവരുടെ ഈറ്റില്ലമായ കൊല്ലം കുലുങ്ങില്ല എന്ന് പറയുന്നിടത്ത് നിന്നുകൊണ്ടാണ് അവരുടെ അടിവേരായ കൊല്ലം തന്നെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ബിന്ദുകൃഷ്ണ അവർ ആ കൊല്ലം ജില്ലയിലെ നിന്നുകൊണ്ട് തന്നെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സമ്പൂർണമായ വിജയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിൽ വ്യക്തമായി നമ്മൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ കോളനികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിലുണ്ടായ പിഴവുകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും ഇവിടുത്തെ സാധാരണക്കാരെ ചിന്തിപ്പിക്കുകയുണ്ടായതുകൊണ്ട് തന്നെയാണ്
ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം അനിവാര്യമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരായിരിക്കും കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായ വിശ്വാസം. പ്രത്യേകിച്ച് നമുക്ക് ഈ ജില്ലയിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ മന്ത്രിമാർ ഉള്ള ഒരു ജില്ലയും കൂടിയാണ്. ഏകദേശം 3 മന്ത്രിമാർ, 3 മന്ത്രി നമുക്ക് ഇവിടെ തന്നെയുണ്ട്. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ അണ്ണാ പാർട്ടിയുടെ ഈ 6 വർഷം പൂർത്തിയായി മുന്നോട്ട് പോകുന്ന വേളയിൽ വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിൽ ശക്തമായി വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമായി അണ്ണാ പാർട്ടി മാറുമെന്നും ഈ പ്രസ്ഥാനത്തിനെ കൂടെ ചേർക്കാൻ തീർച്ചയായും UDF ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജനാധിപത്യം വിജയിക്കട്ടെ. കറുത്ത വിപ്ലവ. ഈ സമ്മേളനത്തിന് ഔദ്യോഗികമായി ഏറെ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ സജി കൊല്ലം, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ഉഷ കൊട്ടാരകര, ഈ അണ്ണാ DHR സ്ഥാപക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ കൊല്ലത്തിന്റെ അഭിമാനമായ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, വേദിയിലെ എല്ലാവരെയും സ്വാഗത പ്രാഥമിക എടുത്ത് പ്രത്യേകം പറഞ്ഞു. എല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഒന്ന്, പ്രധാനമായും മന്ത്രിക്ക് 2 മണിക്ക് തന്നെ കൊല്ലത്ത് എത്തേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ എത്താൻ തന്നെ അല്പസമയം എടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഘടന തന്നെയാണ് അണ്ണാ DHR. കാരണം ബാബാ അംബേദ്കർ സാഹിബിന്റെയും അതുപോലെ അയ്യങ്കാളിന്റെയും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ആദർശാത്മകമായ സുതാര്യമായ ഒരു സമീപനം ദളിത് സമൂഹത്തോട് എടുത്തുകൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആ ഒരു സഹവർത്തിത്വം എടുത്തുകൊണ്ടുള്ള സംഘടനാ രീതിയാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്നത് വളരെ അഭിമാനാർഹമായ കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ടാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ എനിക്ക് തുണയായത് എന്നത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ തീർച്ചയായിട്ടും ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ദളിതരുടെയും കർഷകരുടെയും ഗവൺമെന്റ്. ഓരോ വ്യക്തിയെയും കാണുന്ന, അവരുടെ വികാരങ്ങളെ മനസ്സിൽ ആവാഹിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാം, 2001 മുതൽ 2004 വരെ ഈ സമൂഹത്തിന് കിട്ടേണ്ട 1700 കോടി രൂപ വകമാറ്റിയവരാണ് കേരളത്തിൽ അധികാരത്തിൽ നിന്ന് കടന്നുപോയത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 500 കോടി വകമാറ്റി. കുട്ടികൾക്ക് കിട്ടേണ്ട സ്റ്റൈപ്പൻഡ്, ഗ്രാന്റ്, ആനുകൂല്യങ്ങൾ പലതും പോയി. നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പിന് മാത്രമാണ് കഴിഞ്ഞ ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റിന്റെ ഒരു റിവിഷനായി, ആ ഒരു റിവൈസ് ചെയ്ത ബഡ്ജറ്റായി, ആ ബഡ്ജറ്റിൽ കൂടുതൽ തുക ശ്രീ VD സതീശ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തീർച്ചയായിട്ടും ഒരു പ്രത്യേകമായ ഈ സമൂഹത്തിനോട് UDF നടത്തുന്ന അനുഭാവപൂർണമായ കാഴ്ചപ്പാടിന്റെ ഒരു ദൃശ്യം കൂടിയാണ്. അത് ഒരു കാരണവശാലും നിങ്ങളെ കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അടിച്ചമർത്തപ്പെട്ടിരുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ മോചനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അണ്ണാ DHR പാർട്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ UDF-ന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. നിങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും ഞങ്ങൾ എല്ലാവരെയും സമീപിക്കാം. ആ സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ കൊല്ലത്തെ മന്ത്രിക്കും
എന്നെ പോലെയുള്ള MLA-മാർക്കും ഉള്ളത് എന്നത് ഈ അവസരത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, ദൈവാനുഗ്രഹം നേരുന്നു. ഈ സമ്മേളനം പിന്നെ അണ്ണാ DHM പാർട്ടിയുടെ 6ാം സംസ്ഥാന സമ്മേളനം ഇനിയും ദീർഘകാലമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ അതിശക്തമായ ബൃഹത്തായ ജനകീയ അടിത്തറ രൂപപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ പിന്തുണ അണ്ണാ DHRM ഉണ്ടാകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. DSS DHRM ഭാരവാഹികളായ രേഷ്മ കലിവേടകം, അശ്വതി ബാബു, രതീഷ് ശാസ്താംകോട്ട, സിന്ധു പത്തനാപുരം തുടങ്ങി പ്രമുഖ നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. DHRM സംസ്ഥാന സെക്രട്ടറി ഷിബു കാലങ്കോട് നന്ദി പ്രകാശിപ്പിച്ചു. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.